മേയറമ്മയെ ആയിരുന്നു ആമേഴഞ്ചാൻ തോട്ടിൽ ഇറക്കിവിടേണ്ടിയിരുന്നത് ജോയിയുടെ ശവം തിരയാൻ. ഒരു കളിപ്പാവെ നഗരത്തിൻ്റെ ഭരണമേൽപ്പിച്ച് ഫണ്ട് മുഴുവനും കട്ടുതിന്ന അന്തംകമ്മി നേതാക്കളെയും മേയറമ്മയെയും ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറക്കിവിടേണ്ടിയിരുന്നു. ഇവരാണ് യഥാർത്ഥത്തിൽ ജോയിയുടെ മൃതദേഹം കണ്ടെത്തേണ്ടിയിരുന്നത്. ജോയിയുടെ ദുർമരണത്തിന് ഉത്തരവാദികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥ വൃന്ദവുമാണ്. മാലിന്യ സംസ്കരണത്തിനായി പല പല പദ്ധതികൾ ഉണ്ടാക്കി, ഏജൻസികൾ ഉണ്ടാക്കി, അവർക്ക് കോടികൾ വകയിരുത്തി അവ മുച്ചോടും കട്ടുമുടിച്ചൊടുവിൽ മഴ കടുക്കുമ്പോൾ, നഗരം വെള്ളത്തിലാഴുമ്പോൾ ഏതെങ്കിലും പാവപ്പെട്ട തൊഴിലാളികൾക്ക് നക്കാപ്പിച്ച കൊടുത്ത് ചവറുവായിരിക്കുന്നു. പലപ്പോഴും കാർബൺ മോണോക്സൈഡ് പോലെയുള്ള വിഷവാതകങ്ങൾ ശ്വസിച്ച് അവർക്ക് അപകടമുണ്ടാകുന്നത് പലപ്പോഴും ആരും അറിയാറില്ല. ജോയിയെ കാണാതായത് മാധ്യമ വാർത്തയായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വിഷയം ചർച്ചാ വിഷയമാകുന്നത്. ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരം നീക്കാനിറങ്ങിയ തിരുവനന്തപുരം മാരായമുട്ടം സ്വദേശി ജോയിക്കുണ്ടായ ദുർവിധി നമ്മൾ പ്രചരിപ്പിക്കുന്ന പലതും പച്ചക്കള്ളമാണെന്ന് കൂടിയാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ലോകബാങ്കിൻ്റെയും ADBയുടെയും അടക്കം സഹായത്തോടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്താണ് അങ്ങനെ ഒരു ദുരന്തം അരങ്ങേറിയത് എന്നത് കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടുന്ന ഒരു വസ്തുതയാണ്. നഗരത്തിലെ മാലിന്യ സംസ്കരണം തദ്ദേശ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. മാലിന്യം തള്ളുന്നവരെ അവർ പിന്നീട് അത് ആവർത്തിക്കാതിരിക്കത്തക്ക വിധം ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതും ഭരണാധികാരികൾക്ക് സാധിക്കേണ്ടതാണ്. ഇതെല്ലാം മറന്നാണ് കോർപ്പറേഷൻ തങ്ങളുടെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ മേൽ കെട്ടിവെക്കുവാൻ ശ്രമിച്ചത്. ഓർക്കുക, 13 വർഷത്തിനിടയിൽ 12 കോടിയിലധികം രൂപ ആമേഴഞ്ചാൻ തോട് ശുദ്ധീകരണത്തിന് മാത്രം ചെലവഴിച്ചിട്ടും ഇതാണ് അവസ്ഥ. ഈ പണമല്ല നഗരസഭയിലെ തേവിട്ടുകൾ വെട്ടിവിഴുങ്ങി എന്ന് ചുരുക്കം. ജോയിയുടെ കൊലപാതകത്തിന് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടുന്നത് തിരുവനന്തപുരം മേയറെയാണ്. ശുചീകരണത്തിന് നൽകിയ പണം തട്ടിയ വിഷയത്തിൽ അന്വേഷണവും നടത്തണം. ഇതെല്ലാം മറന്ന് തിരുവനന്തപുരം മേയർ കഴിഞ്ഞ ദിവസം യാതൊരു ഉളുപ്പുമില്ലാതെ ദുരന്ത സ്ഥലത്ത് വളിച്ച മുഖത്തോടെ സേനാംഗങ്ങൾ ആ തീട്ടവെള്ളത്തിൽ മുങ്ങിത്തപ്പുമ്പോൾ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് ദുരന്തമുണ്ടാകുവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്ഥല ഉടമയുടെ അനുമതിയില്ലാതെ തന്നെ ഇടപെടുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ദുരന്ത നിവാരണ അതോറിറ്റിക്കും അധികാരമുണ്ട്. ഇതും തിരുവനന്തപുരത്ത് നടന്നില്ല. 2015 ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകയായി നഗരമാതാവിന് മുന്നിലുണ്ടെങ്കിലും ആ അധികാരങ്ങളൊന്നും ഉപയോഗിക്കാഞ്ഞത് ഭരിക്കുന്നവരുടെ വീഴ്ചയാണ്, കഴിവില്ലായ്മയാണ്. ദുരന്തമുണ്ടാകുമ്പോൾ സാധാരണ നടക്കുന്നത് പോലെ പരസ്പരം പഴിചാരലാണ് ഇത്തവണയും നടന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനത്തിൻ്റെ മൂക്കിന് തുമ്പത്താണ് ഈ അത്യാഹിതം സംഭവിച്ചതും എന്നോർക്കണം. മാലിന്യം കൂമ്പാരമായത് നീക്കം ചെയ്യാതെ ആ ഫണ്ട് മൊത്തം അമുക്കി ഒടുവിൽ മഴ കനത്ത ദിവസം നഗരം വെള്ളത്തിലാണ്ടതിനെ തുടർന്ന് നഗരത്തിലെ മൊത്തം മലിനജലവും കുത്തിയൊലിച്ചെത്തുന്ന തോട്ടിലേക്ക് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ 3 സാധുക്കളെ ദിവസവും 1500 രൂപ കൂലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഇറക്കി വിടുകയായിരുന്നു. എത്ര ലാഘവത്തോടെയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നതിന് വേറെ എന്ത് തെളിവാണ് വേണ്ടത്? പ്ലാറ്റ്ഫോമുകൾക്ക് അടിയിലൂടെ ഒഴുകുന്ന തുരങ്കത്തിൽ നിന്ന് 5 വർഷത്തിലൊരിക്കൽ പോലും മാലിന്യം നീക്കി വെള്ളമൊഴുക്ക് സുഗമമാക്കിയിട്ടില്ല എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2015 കോഴിക്കോട് മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടയിൽ വിഷവാതകം ശ്വസിച്ചു മരിച്ച 2 അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ഓട്ടോ ഡ്രൈവറായ നൌഷാദ് മരണത്തിന് കീഴടങ്ങിയത് നാടിനെ ഞെട്ടിച്ച സംഭവമായിരുന്നു. പക്ഷേ അത് അധികാരികൾക്ക് മാത്രം പാഠമായില്ല എന്നതാണ് ആമേഴഞ്ചാൻ ദുരന്തം തെളിയിക്കുന്നത്. ഇന്നും സംസ്ഥാനത്തെ വിവിധ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഓടകളും മാൻഹോളുകളും വൃത്തിയാക്കുവാൻ നിയോഗിക്കപ്പെടുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്. നാമമാത്രമായ കൂലിക്ക് വേണ്ടിയാണ് യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ മലിനജലം കുടിച്ചും വിഷവാതകം ശ്വസിച്ചും ഇവർ പണിക്കിറങ്ങുന്നത്. വലിച്ചെറിയേണ്ടതല്ല വഴിയോരം എന്ന യാഥാർത്ഥ്യം കൂടിയാണ് ആമേഴഞ്ചാൻ ദുരന്തം നമ്മെ പഠിപ്പിക്കുന്നത്. വഴിയരികിലും പാതയോരത്തും പൊതു ജലാശയങ്ങളിലും മാലിന്യം തള്ളാതിരിക്കാനുള്ള പൗരബോധം നമ്മൾ ഓരോരുത്തരും ആർജിക്കണം. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ഫണ്ടും യാതൊരു ഉളുപ്പുമില്ലാതെ തട്ടി വിഴുങ്ങുന്ന നാറികളെയും ജനങ്ങൾ പച്ചയ്ക്ക് തൊലിയുരിയണം. മാലിന്യമുക്ത കേരളം, ഹരിത കേരളം, വികേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജനം, ഹരിതകർമ്മ സേന, ക്ലീൻ സിറ്റി, ഗ്രീൻ സിറ്റി എന്നിങ്ങനെ വിവിധ പേരുകളിൽ പല പല പദ്ധതികൾ പല പല ഏജൻസികൾ വഴി ഖരമാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. വലിയൊരു പങ്കും ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നു എന്നൊക്കെയാണ് വീമ്പിളക്കുന്നത്. ഇതൊക്കെ വെറും തട്ടിപ്പായിരുന്നു എന്നതാണ് ഇപ്പോൾ വെളിവാകുന്നത്. നഗരമധ്യത്തിൽ ഇത്രത്തോളം മാലിന്യ കൂമ്പാരം കുമിഞ്ഞുകൂടുമ്പോൾ, ഒഴുകി നടക്കുമ്പോൾ, അത് വെള്ളപ്പൊക്കത്തിനും ആൾനാശത്തിനും കാരണമാകുമ്പോൾ കോർപ്പറേഷൻ മേയറും ബന്ധപ്പെട്ട അധികാരികളും എന്ത് ചെയ്യുകയായിരുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ അവർ ബാധ്യസ്ഥരാണ്. പാവങ്ങളുടെ നെഞ്ചത്ത് കയറുവാൻ മേയർ കാണിച്ച ആ തിണ്ണമെടുക്കേൻ്റെ ഒരംശം പോലും മതിയായിരുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് സേനാംഗങ്ങൾ മാറി നിൽക്കണമായിരുന്നു. മേയറും ഫണ്ട് വെട്ടികളും ആമേഴഞ്ചാനിൽ ഇറങ്ങി ജോയിയുടെ മൃതദേഹം തപ്പണമായിരുന്നു. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.